സ്ഥാനമാറ്റത്തിൽ തുറന്നടിച്ച ജേക്കബ് തോമസ് 2 വർഷത്തിനിടെ 5ാം തവണയാണ് തന്നെ സ്ഥാനം മാറ്റുന്നതെന്ന് ജേക്കബ് തോമസ്. അനധികൃത ഫ്ളാറ്റുകൾക്കെതിരെ താൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ജേക്കബ് തോമസ് പീപ്പിളിനോട് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരുന്നത്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ സർക്കുലർ ഇറക്കിയത് വളരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ഫ്ലാറ്റുകൾ മാത്രമല്ല, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതുപോലെ മനുഷ്യർ, ഇന്നസെൻ്റ് ആൾക്കാർ താമസിക്കുകയും അവർ സ്കൂളുകൾ, ഹോസ്പിറ്റലൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ 8ാം നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇറങ്ങി ഓടാനൊക്കെ ഉള്ള പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയൊന്നും അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കണമെന്നുള്ള വിധത്തിലൊരു സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ചെയ്യുകയും ചെയ്തിരുന്നു. അത് നല്ലതായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നതും. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ എനിക്ക് 5ാമത്തെ സ്ഥലമാണിത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നല്ലത് തന്നെ. ജീവൻ കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജീവൻ, അദ്ദേഹത്തെ സ്ഥാനം മാറ്റിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഒന്ന്, ഫ്ളാറ്റ് ലോബിക്കെതിരെ പ്രവർത്തിച്ചതിനാണ് മാറ്റിയത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ജനങ്ങൾക്ക് ഉപദ്രവകരമായ സർക്കുലർ ഇറക്കിയത് കൊണ്ടാണ് മാറ്റുന്നത് എന്നുമായിരുന്നു. ഇപ്പോൾ ജേക്കബ് തോമസ് തന്നെ തുറന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനു, 1.5 മാസത്തിലേറെ നീണ്ടുനിന്ന തന്റെ അവധിക്ക് ശേഷമാണ് ജേക്കബ് തോമസ് ഇത് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത്. 77 ഫ്ളാറ്റുകൾ, അത് സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ 77 ഫ്ളാറ്റുകളുടെ നിർമ്മാണം തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നാഷണൽ ബിൽഡിംഗ് കോഡിലെ പാർട്ട് 2ഉം പാർട്ട് 4ഉം ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചെടുത്തതെന്നാണ് യഥാർത്ഥത്തിൽ ഒരു തർക്കം ആരംഭിക്കുന്നത്. കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂള് മാത്രം പാലിച്ചാൽ മതിയാകും എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. എന്നാൽ നാഷണൽ ബിൽഡിംഗ് കോഡ് NBC തന്നെ പാലിക്കണമെന്ന് ജേക്കബ് തോമസ് കൃത്യമായ നിലപാടെടുത്തു. ആ കാര്യത്തെ തുടർന്നാണ് ജേക്കബ് തോമസിന്റെ സ്ഥാനചലനം ഉണ്ടായത്. തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ ഫയർഫോഴ്സ് പലതരത്തിലും, പ്രത്യേകിച്ച് അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, അയ്യച്ചാടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസ് ഇറക്കിയ സർക്കുലറിനെ തുടർന്നാണ് തങ്ങൾക്ക് മാറ്റേണ്ടി വന്നത് എന്ന് തുറന്നു പറഞ്ഞത്. എന്നാൽ അത്തരത്തിൽ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുക അല്ല താൻ ചെയ്തത്. ക്രമവിരുദ്ധമായി പ്രവർത്തിച്ച ഫ്ളാറ്റുകൾക്കെതിരെ താൻ നടപടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് താൻ നടപടിയെടുത്തത്. അത്തരത്തിൽ അത് തന്റെ കർത്തവ്യമാണ് എന്ന് താൻ കരുതുന്നു. 2 വർഷത്തിനിടെ ഇത് 5 തവണയാണ് തന്നെ സ്ഥലം മാറ്റുന്നത്. എവിടെ മാറ്റിയാലും, എവിടെയൊക്കെ മാറ്റിയാലും തനിക്ക് അവിടെയൊക്കെ പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നു. അതടക്കം ഗുണപരമായ കാര്യങ്ങൾ ഇനിയും താൻ തുടർന്ന് ചെയ്യും. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ തനിക്ക് പ്രവർത്തിക്കാനാകുമെന്നാണ് ജേക്കബ് തോമസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാദമുഖങ്ങൾക്ക് നേർവിപരീതമായി തന്നെയാണ് ജേക്കബ് തോമസ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ജേക്കബ് തോമസിന് സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണങ്ങളും ഇപ്പോൾ പുതിയ ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് മാറി പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ തലവനായി ജേക്കബ് തോമസ് ചുമതല ഏറ്റെടുത്തതിനെ തുടർന്ന് ഇത് ആദ്യമായിട്ടാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ 1 മാസത്തിലേറെയായി അദ്ദേഹം അമേരിക്കയിലും ഹൈദരാബാദിലുമൊക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജേക്കബ് തോമസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഫ്ളാറ്റ് ലോബികൾക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് തന്നെ സ്ഥാനം മാറ്റിയത്. 2 വർഷത്തിനുള്ളിൽ 5 തവണയാണ് തനിക്ക് സ്ഥാനം മാറ്റം വന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയൊക്കെയാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നതാണ് കർത്തവ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.